എസ് എൻ തന്നിട്ട് സീക്വൻസ് എഴുതാനും അതുപോലെ തന്നെ എഫ് ഡി അതൊക്കെ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എസ് എന്നിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ. ഈ ഫോർമാറ്റിലാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എസ് എൻ കിടക്കുന്നത്. എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ. ഇതിന്റെ എയും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് കിട്ടും. സോ എഫ് ഇസിക്കൽ ടു എ പ്ലസ് ബി. ഈ എയുടെ ഇരട്ടിയായിരിക്കും അവിടുത്തെ ഡി എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു അത്. ഓക്കെ, എസ് എൻ ഇസിക്കൽ ടു എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ. എയും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് കിട്ടും. എയുടെ ഇരട്ടിയാണ് ആരെന്ന് പറയുന്നത് ഡി എന്ന് പറയും. നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. സപ്പോസ് ഒരു എസ് എൻ SN ഇസിക്കൽ ടു 2n സ്ക്വയർ പ്ലസ് 3n എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എഫ് എന്ന് പറയുന്നത് ഈ 2ഉം 3യും കൂടി കൂട്ടുന്നതായിരിക്കും. 2 + 3 5. പിന്നെ ഡി എന്ന് പറയുന്നത് എൻ സ്ക്വയറിന്റെ കൂടെ ആരാണുള്ളത് അതിന്റെ ഇരട്ടി. ഇപ്പൊ 2 ആണുള്ളത്, 2ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 × 2 4. സോ സീക്വൻസ് എന്ന് പറയുന്നത് 5 9 13 എക്സെട്ര അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഒരെണ്ണം കൂടി നമുക്കൊന്ന് അതുപോലെ ചെക്ക് ചെയ്യാം. SN ഇസിക്കൽ ടു 4n സ്ക്വയർ പ്ലസ് 3n. അങ്ങനെയാണെങ്കിൽ എഫ് പറഞ്ഞ് എഫ് ഇസിക്കൽ ടു 4ഉം 3ഉം 7. ഡി എത്രയായിരിക്കും? എൻ സ്ക്വയറിന്റെ കൂടെ ആരാണുള്ളത്? 4 അല്ലേ? 4ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 8. സോ സീക്വൻസ് ഈസ് 7 7 3 10 15 15 8 7 15 23 എക്സെട്ര അങ്ങനെ ആയിരിക്കും അതിന്റെ സീക്വൻസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എക്സ് എൻ തന്നിട്ട് എഫ് ഡിയും സീക്വൻസ് എഴുതാൻ പറയാം. എസ് എൻ തന്നിട്ടും എഫ് ഡിയും സീക്വൻസ് എഴുതാൻ പറയാം. എക്സ് എന്നിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എൻ പ്ലസ് ബി ആണ്. എസ് എന്നിന്റെ എന്ന് പറയുന്നത് എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ ആണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്.